നമുക്ക് സരസ്വതി ടീച്ചറിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് കുഞ്ഞിക്ക് സന്തോഷത്തിനുള്ള കല്യാണ ഡ്രസ്സും മറ്റും സന്തോഷം വീട്ടുകാരും ചേർന്ന് എടുക്കുകയാണ്. ആ സമയം പോറ്റിയമ്മാവനാണെങ്കിൽ ഇത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും വില കൊടുത്ത് ഇത്രയും സാധനങ്ങളൊക്കെ മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെയാണോ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു മണിയമ്മയുടെ. മണി ഞാനൊരു കാര്യം പറഞ്ഞേക്കാട്ടോ, കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ മുടക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കണ്ട്. ഇത് കേട്ടോണ്ട് സന്തോഷിന്റെ ഏട്ടത്തിയമ്മയുടെ നിപ്പുണ്ടായിരുന്നു. ഏട്ടത്തിയമ്മ വന്നിട്ട് പറഞ്ഞു, എന്റെ പോറ്റിയമ്മാവ ഒറ്റ ദിവസമാന്ന് പറഞ്ഞാലും കല്യാണം കല്യാണം തന്നെയല്ലേ, അത് അതിൻ്റെതായ രീതിക്ക് നടക്കണ്ടേ. അതിന് അമ്മാവൻ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അമ്മാവിന്റെ കയ്യിൽ നിന്നൊന്നും അല്ല പൈസ പോകുന്നേ. പിന്നെ അമ്മാവൻ ഇത്ര വിഷമം വരേണ്ട കാര്യമില്ലോ എന്ന് പറയാ. അത് കേട്ടപ്പോ പിന്നെ പുള്ളിക്കാരന് ഒരടക്കമായി. കുറച്ച് സമയത്ത് തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ സമയം സന്തോഷിന് ഭയങ്കര സന്തോഷമാണ്. കാരണം കുഞ്ഞിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അതിന് ശേഷം സന്തോഷം വിളിക്കുന്നുണ്ട് കുഞ്ഞെ. വിളിച്ചിട്ട് വെച്ച് എങ്ങനെയുണ്ട് കല്യാണ സാരിയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഞാൻ ഏടത്തി അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അതെ, എനിക്ക് അത്ര വലിയ സെലക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്റെ ഇഷ്ടം വെച്ചാൽ ഞാൻ എടുത്തതെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല സന്തോഷേട്ടാ. സന്തോഷേട്ടൻ വാങ്ങുന്നല്ലേ, എനിക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ തന്നെ കല്യാണ സാരി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ സന്തോഷം പറഞ്ഞു, ആയിക്കോട്ടെ, ഇനി ബാക്കിയൊക്കെ ഇനി കുഞ്ഞു വന്നതിന് ശേഷം നമുക്ക് കുഞ്ഞൊരു ഇഷ്ടത്തിന് പോയി എടുക്കാന്ന് പറയണം. ഇത് കേട്ടിഞ്ഞപ്പോൾ കുഞ്ഞു പറഞ്ഞാൽ മതി, എനിക്ക് ആവശ്യത്തിന് മറ്റുള്ള ഡ്രസ്സൊക്കെ ഇപ്പൊ തന്നെ എടുത്തിട്ടുണ്ടല്ലോ, ഇനി അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സന്തോഷം കൊള്ളാലോ, ആളിത്തിരി പിശിക്കല്ലേന്ന് ചോദിക്കും. പിശിക്കും അങ്ങനെയൊന്നും അല്ല, അത്യാവശ്യത്തിന് പിശുക്കത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. പണം ഇങ്ങനെ വെറുതെ തൂർത്തടിച്ച് കളയുന്നതിനോട് എനിക്ക് അതിന് താല്പര്യം ഇല്ല എന്നൊക്കെ കുഞ്ഞി പറയാണ്. അങ്ങനെ ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞ് നേരെ സരസ്വതി ടീച്ചറിനെ കാണാനായിട്ട് ഇങ്ങോട്ട് പോവാണ്. ആ സമയത്ത് രാധ അപ്പുറത്തായിരുന്നു. ആ സമയം നോക്കിയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പിന്നീട് കല്യാണ സാരി എടുത്തതിനെ കുറിച്ചും കാര്യങ്ങളും എല്ലാം പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം സരസ്വതി ടീച്ചർ പറഞ്ഞു, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അവൻ എനിക്ക് ഇഷ്ടമാണ്. അവൻ പണ്ട് പാവാണ്. കുഞ്ഞി, നിനക്കൊരു നല്ല ജീവിതം അവിടെ ഉണ്ടാകാനായിട്ട് പോകുന്നേ. ഇത് കേട്ടുകഴിഞ്ഞു കുഞ്ഞു പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷേ അവിടെ അമ്മ ഇല്ലല്ലോ എന്നൊരു വിഷമമുള്ളല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം സരസ്വതി ടീച്ചർ പറഞ്ഞു, അത് കൊള്ളാം, നിന്നെ കെട്ടിച്ചു വിടുമ്പോൾ ആ പുറകെ എനിക്ക് വരാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ തന്നെ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയല്ല ഞാനിവിടെ ഇരിക്കുന്നതെന്ന് പറയണം. അത് കേട്ടപ്പോൾ കുഞ്ഞിയുടെ മുഖം കൊണ്ട് പെട്ടെന്ന് മാറി. അതമ്മ, എനിക്കാണെങ്കിൽ വല്യമ്മാവന്റെ സങ്കടം കണ്ട് ഭയങ്കര വിഷമം വരുന്നുണ്ട്. കാരണം വല്യമ്മാമയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമ അമ്മയെക്കുറിച്ച് ഓർത്തിട്ട്. പ്രത്യേകിച്ച് കല്യാണ സമയമല്ലേ, ഇതുവരെയായിട്ട് ആ കാര്യങ്ങളൊന്നും പറയാനും പറ്റിയിട്ടില്ല. അതേക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ പറയട്ടെ അമ്മാന്ന് ചോദിക്കണം. കുഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് എപ്പോഴും എപ്പോഴും നീ ഇത് പറഞ്ഞുകൊണ്ട് വരണ്ട. അറിയാലോ, നിന്റെ വല്യമ്മാമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. സാരമില്ല, കല്യാണം കഴിയട്ടെ. കല്യാണം കഴിഞ്ഞ് സാവധാനം പറഞ്ഞാൽ മതി. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. പിന്നെ കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് നടക്കണം. ആ സമയത്ത് ഒരു തടസ്സങ്ങളും പാടില്ല എന്നൊക്കെ കുഞ്ഞോട് പറയണം. അങ്ങനെ കുഞ്ഞങ്ങോട്ട് ഇറങ്ങിപ്പോവാ. ഈ സമയത്ത് കനി അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പൊ കനി കല്യാണം പ്രമാണിച്ച് വരുന്നതാണ്. വരുന്ന വഴിക്ക് തന്നെ ജോണിനെ കാണുന്നുണ്ട് വഴിക്ക് വെച്ച്. അങ്ങനെ ജോണിനെ കണ്ടപ്പോഴത്തേനും ബൈക്ക് നിർത്തി കനി ചാടി ഇറങ്ങുവാണ്. ആഹാ, വന്നല്ലോ, കല്യാണമായിട്ട് വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കാം. ആ, എന്താ കല്യാണം ആണെങ്കിൽ മാത്രം എനിക്ക് വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ എന്ന് ചോദിക്കും. അങ്ങനെയില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താ ജോണേട്ടൻ ഭയങ്കര തിരക്കിലാണെന്ന് ചോദിക്കും. അല്ല, എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നാന്ന് പറയണം. ആ, ആയിക്കോട്ടെ, എന്നാ നമുക്ക് പിന്നെ കാണാന്ന് പറയണം. ഇത് കേട്ടിഞ്ഞപ്പം ജോൺ പറഞ്ഞു, എന്നാ ശരിയെന്ന് പറയണം. അങ്ങനെ കനി ജോണിനെ നോക്കിയൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ജോണിന്റെ കൂട്ടുകാരൻ ചോദിച്ചു, അതേതാടാ ആ പെങ്കൊച്ച്, ആള് കില്ലാടിയാന്ന് തോന്നില്ലെന്ന് പറയണം. അതുണ്ടല്ലോ, സരസ്വതി ടീച്ചറല്ലേ, സരസ്വതി ടീച്ചറിന്റെ റിലേഷനാന്ന് പറയാം. ഓ, അങ്ങനെയാണല്ലേ. അല്ല, നിന്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്താ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ജോണിനെ കൂട്ടുകാരൻ കളിയാക്കണം. ഈ സമയം ജോൺ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലടാന്നൊക്കെ പറയണം. പിന്നീട് കനി വീട്ടിലേക്ക് വരുക. ഈ സമയത്താണെങ്കിൽ ശിവരാമന്റെ ഫോണിലേക്ക് ലക്ഷ്മി വിളിക്കുന്നുണ്ട്. ലക്ഷ്മി വിളിച്ച് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എവിടം വരെയായി എന്തായെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അതെ, കുറച്ച് പൈസയും കാര്യങ്ങളും ഞാൻ വല്യമ്മാവിടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നുണ്ട്. കുഞ്ഞിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കരുത് എന്നൊക്കെ പറയണം. ഒരു പക്ഷെ സരസ്വ ഉണ്ടായിരുന്നെങ്കിൽ അവള് ഈ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് നോക്കി നടത്തില്ലായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവരാമന് ഭയങ്കര വിഷമായി. ശിവരാമൻ പറഞ്ഞു, സങ്കടപ്പെടണ്ട, സരസ്വൻ എന്താണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും കുഞ്ഞിയുടെ കല്യാണം. നല്ല ഗംഭീരമായിട്ട് നടത്തണം തന്നെ എൻ്റെ ആഗ്രഹം. ഒന്നിനും ഒരു കുറവും വരുത്താതെ. പിന്നീട് കല്യാണത്തെക്കുറിച്ചും
അതിനെക്കുറിച്ച് എല്ലാം വാതോരാതെ ശിവരാമൻ സംസാരിക്കുന്നുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഞാനും കൂടെ അവിടെ വേണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ആഘോഷിക്കാമെന്നല്ലേന്ന് ചോദിക്കണം. സരസ്വന്റെ സ്ഥാനത്ത് കഴിഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തേനും. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏട്ടാ, ഏട്ടൻ അവിടെയുള്ളൂ, ഏട്ടൻ വേണം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി നടത്താനെന്ന് പറയാം. അതൊന്നും ഓർത്ത് ലച്ചു നീ വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, എല്ലാ ഇവിടുത്തെ കാര്യങ്ങളും നല്ല ഗംഭീരമായിട്ട് ഞാൻ നടത്തുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശിവരാമൻ ആ പടം നല്ലൊരു വിഷമമായി. സരസ്വതിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരുവാണ്, സരസ്വതി ടീച്ചറെ കുറിച്ചുള്ള. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് കുഞ്ഞു വരുന്നത്. കുഞ്ഞു വന്നിട്ട് ചോദിച്ചു, എന്താ വല്യമാമേ? വല്യമാമയുടെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും. അതെ ഞാനേ ഒരു നിമിഷം ഞാൻ സരസ്വതിനെ കുറിച്ച് ഓർത്തു പോയെന്ന് പറയാം. അതെ ഇപ്പൊ ലക്ഷ്മി വിളിച്ച് വെച്ചോളൂ, അവൾക്കും ഭയങ്കര സങ്കടം ഉണ്ടെന്ന് പറയാം സരസ്വതിനെ കുറിച്ച് ഓർത്തിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി കുഞ്ഞു പറഞ്ഞു, അതെ വല്യമാമ ഇപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, കല്യാണം അല്ലേ, കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. എന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യമല്ലേ, അമ്മ അതൊക്കെ കാണുന്നുണ്ടായിരിക്കും എന്ന് പറയണേ. കാണുന്നുണ്ടെന്നോ? അല്ല അമ്മ കാണുന്നുണ്ട്, അതൊക്കെ പിന്നീട് മനസ്സിലായിക്കോളൂ എന്ന് പറയണേ വല്യമാമയ്ക്ക്. നീ എന്തൊക്കെയാ കുഞ്ഞി പറയണേന്ന് ചോദിക്കാ. ഇത് കേട്ട് കഴിഞ്ഞപ്പം കുഞ്ഞു പറഞ്ഞു, അതെ വല്യമാമ കുറെ ജോലികളുണ്ട്, വല്യമാമയ്ക്ക് എടുത്താൽ പൊങ്ങാത്ത ജോലികൾ വല്യമാമ തലയിലേക്ക് എടുത്ത് വെച്ചിരിക്കല്ലേ, എന്റെ കല്യാണം നന്നായിട്ട് നടത്തണ്ടേ, വല്യമാമ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ എന്തേലുമൊക്കെ ഉണ്ട് ചെയ്യാൻ പറഞ്ഞോണ്ട് ആ വിഷയം അങ്ങോട്ട് മാറ്റി വിടുവാണ് അവിടുന്ന്. കുഞ്ഞി കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനുമാണ് കനി അങ്ങോട്ടേക്ക് വരുന്നത്. കനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിക്കും കുട്ടിപ്പട്ടാളത്തിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കല്ലുവിനും ഖാവിക്കും അവർക്കെല്ലാം സന്തോഷമായി. കനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനി ചേച്ചി വന്നതെന്ന് പറഞ്ഞ് എല്ലാവരും ചുറ്റിക്കിടന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയം കുഞ്ഞു വന്നിട്ട് പറഞ്ഞു, ഓ ഇപ്പോഴെങ്കിലും എത്താൻ തോന്നിയില്ലോ എന്ന് നിൽക്കണം. അതെ ഇപ്പോഴെങ്കിലും ഞാൻ വന്നല്ലോ, പിന്നെ എനിക്ക് തിരക്കുകളും കാര്യങ്ങളല്ലേ, അങ്ങനെ അങ്ങോട്ട് ഓടി വരാൻ പറ്റുമോ എൻ്റെ കുഞ്ഞിന്ന് ചോദിക്കാം. അതല്ല എന്ത് പറ്റി ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ചുമ്മാ ഒരു രസത്തിന് വന്നാ പറയാം, എന്നാ രസമാക്കണ്ട, ഇങ്ങോട്ട് കയറുവാ, നമുക്ക് അടിച്ചു പൊളിക്കാന്ന് പറയണം. അപ്പോഴേക്കും കനി പറഞ്ഞു, എന്താണെങ്കിലും വന്നല്ലേ, 5 മിനിറ്റ് നമുക്കിവിടെ സംസാരിച്ചിട്ട് പോകാന്ന് പറയാം. അപ്പോഴേക്കും കല്ല് പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പൊളിക്കേണ്ട കല്യാണം അല്ലേ നിൽക്കും എന്ന് പറഞ്ഞിട്ട് അവരവിടെ കിടന്ന് ഡാൻസ് ചെയ്യുവാണ്. അപ്പോഴേക്കും രാധ അങ്ങോട്ട് ഇറങ്ങി വന്നു. രാധ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ അവിടെ കിടന്ന് ഡാൻസും പാട്ടും ഭയങ്കര മേളം. രാധയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രാധ പെട്ടെന്ന് വന്നിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താ എന്താ രാധ ആൻറ്റിയും ചോദിച്ചോണ്ട് കനി ചോദിക്കുകയാണ്. അതെ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അവിടെ, എല്ലാം കൂടെ കിടന്നിട്ട് എന്ത് ബഹളം ഒച്ചപ്പാടും ഒക്കെ അവിടെ, നിനക്കൊന്നും ഒരിതുമില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ കനി പറഞ്ഞ്, കല്യാണ വീടല്ലേ, അപ്പൊ ഇച്ചിരി ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായതിരിക്കും, അതിനിപ്പോ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്കും. കല്യാണ വീടാണ് പോലും, കല്യാണ പെണ്ണിന് ബോധമില്ല, അല്ലെങ്കിലും അമ്മ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ ഇത്ര ചാട്ടം തുള്ളലിന്റെ ഒക്കെ കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. അത് കേട്ടപ്പോ ഒന്ന് ഇരുത്തി നോക്കി രാധേനെ ഒന്ന് കുഞ്ഞി, കാരണം കുഞ്ഞിക്കറിയാലോ ജീവിച്ചിരിപ്പണമെന്നുള്ള കാര്യം. ഈ സമയത്ത് കനി പറഞ്ഞു, എന്തിനാ രാധേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കണേ, കുഞ്ഞിന്റെ കല്യാണം നമ്മളെ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചല്ലേ, ഞാൻ വന്നായിരിക്കും പ്രധാന പ്രശ്നമല്ലേ, അതെ നീ വന്ന തന്നെയാ, അതെ എന്നെ ഓടിച്ചു വിട്ടാലും ഞാൻ വീണ്ടും വരും, കാരണം എനിക്ക് യാതൊരു ഉളുപ്പില്ല, ഞാൻ ഇങ്ങോട്ട് വീണ്ടും കയറി വരും എന്ന് പറയാം. അത് കേട്ടപ്പോൾ രാധ പറഞ്ഞു, അത് മനസ്സിലായി, നിനക്ക് യാതൊരു ഉളുപ്പില്ലെന്ന്, അതുകൊണ്ടാണല്ലോ വീണ്ടും നീ ഇങ്ങോട്ട് കയറി വരുന്നേ, അല്ലെങ്കിൽ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോണ്ട് നീ പിന്നെ ഇങ്ങോട്ട് കയറി വരുമോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് കനി പറഞ്ഞു, അതെ എനിക്ക് വേറെ കയറി പോകേണ്ട ഇടവൊന്നുമില്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരിക തന്നെ ചെയ്യും. അതിനകത്ത് ഇപ്പൊ രാധേച്ചി വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, എത്ര വിഷമിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങോട്ടേക്ക് വരിക തന്നെ ചെയ്യും, പിന്നെ എൻ്റെ കുഞ്ഞിയുടെ കല്യാണമല്ലേ, ഞാനത് അടിച്ചു പൊളിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞിട്ട് ബാ കുഞ്ഞി എന്ന് നമുക്ക് അകത്തേക്ക് കയറിപ്പോന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിനെ അവരെല്ലാം കൂടെ കൂട്ടി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ. രാധയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവള് വന്നാൽ പിന്നെ മനുഷ്യന് തലയ്ക്ക് ഒരു സ്വസ്ഥത കാണത്തില്ല. ഇനിയിപ്പം പിള്ളേരും അവളെല്ലാരും കൂടി ചേർന്നിട്ട് ഇവിടെ വീട് തിരിച്ചു വെക്കുന്നൊരു ചിന്തയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു കനി വന്നാൽ പിന്നെ വീട്ടിൽ ആകെപ്പാടൊരു ഓളമാണ്. അങ്ങനെ കനി മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി കുട്ടിപ്പട്ടാളം കനിയുടെ ഒപ്പം ചെല്ലുവാണ്. ആ സമയം കല്ല് പറഞ്ഞു, ദേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയെന്ന് പറയാണ്. കനി ചേച്ചി വന്നേ, ഇഷ്ടപ്പെട്ടില്ല നമുക്ക് എന്താ കല്ലു, നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവല്ലേ, പിന്നെന്താ കുഴപ്പമിരിക്കുന്നത്. ആ സമയത്ത് കാവ്യ പറഞ്ഞു, ഇപ്പോഴാ ശരിക്കും ഒരു വൈബായത്. ദേ കനി ചേച്ചി വന്നു കഴിഞ്ഞപ്പോ ഇത്ര സമയം എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിരുന്നു, ഇപ്പൊ ചേച്ചി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും കല്യാണത്തിൻ്റെതായ ഒരു വൈബൊക്കെ വന്നെന്ന് പറയണം. അത് കേട്ടപ്പം കല്ല് പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയണം. കുഞ്ഞു പറഞ്ഞു, ഇപ്പോഴേ എനിക്ക് ശരിക്കും ഒരു സമാധാനം വേണം, നീ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസം എന്ന് പറയാം, ഇത്ര സമയം എന്തോ വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നൊക്കെ പറയണം. അങ്ങനെ അവരവരുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.